ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്തുപറ്റി? അത് ഞാൻ രോഗിയല്ല, മെഡിക്കൽ റെപ്പാ, മായ, സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസ്. അത് ശരി. പുതിയ ഡോക്ടറാണല്ലേ? മുൻപുണ്ടായിരുന്ന സദാശിവൻ സാർ നമ്മളെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു. മായ വന്നാരും പറഞ്ഞില്ല. സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയ കഫ് സിറപ്പ് ഭയങ്കര എഫക്റ്റീവാ. കുറച്ച് സാമ്പിൾസ് എടുക്കാം അല്ലേ? ഇപ്പോൾ ഒ പി ടൈം അല്ലേ, കുറച്ച് ബിസിയാണ്. കാർഡാണ് ഡോക്ടർ, ഫ്രെയിം വിളിച്ചാൽ മതി. സിസ്റ്ററെ, ഇനി അറപ്പൊന്ന് ഞാൻ കയറ്റി വിടുന്നുണ്ട്. ഓക്കെ ഡോക്ടർ. ഇന്നലെ രാത്രി ഉറക്കം എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല, ഉറങ്ങിയായിരുന്നു. ഹലോ ഡോക്ടർ. യെസ്. സെയിം മരുന്ന് തന്നെ 2 ദിവസം കൂടി കണ്ടിന്യൂ. ശരി ഡോക്ടർ, ഞാൻ മായ, സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസ്. അറിയാം. ഞാൻ ഡോക്ടർ വിളിക്കുമെന്ന് വിചാരിച്ചു. മായ സന്തോഷ്, ഇതൊരു വാർഡല്ലേ, പേഷ്യൻ്റ് ഉള്ളടുത്ത് സെയിൽസ് വേണ്ട. ഓക്കെ, സോറി ഡോക്ടർ. ഇതന്നെ ഡോക്ടറെ, ചായ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പഴംപൊരി അടിപൊളിയോ? ഒരെണ്ണം പറയട്ടെ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ഓക്കെ. പിന്നെ ഡോക്ടർ, നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, നോ പ്രോബ്ലം. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ. ഡോക്ടറെ, ഒരു ബോക്സെങ്കിലും. എടോ, ഇത് ഇയാളുടെ ജോലിയാണെന്ന് എനിക്കറിയാം. ഞാൻ പോണ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇയാളെ വിളിച്ചോളാം. ഓക്കെ ഓക്കെ. ഇനി ആരില്ല സാർ? ഓ, ഇന്ന് റെപ്പ് ഒന്നില്ലേ? ഇന്നലെ ഓടിച്ചിട്ട സ്ഥിതിക്ക് പുള്ളിക്കാരി വരാൻ ചാൻസ് ഇല്ല. പുള്ളിക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മുൻപ് സദാശിവൻ സാർ ഉണ്ടായിരുന്ന സമയത്തും നല്ല സെയിലായിരുന്നു. പിന്നെ നമ്മളെപ്പോലെ അല്ലല്ലോ, ഇവർക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലിയാണ് അത് എഫക്റ്റ് ചെയ്യില്ലേ. അപ്പോൾ ഈ മായ തോമസിനെ നീ പിന്നെ കണ്ടില്ലേ? കണ്ട്. അടുത്ത ദിവസം അവൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ മെഡിക്കൽ റെപ്പായിട്ടല്ല വന്നത്. പിന്നെ ഹലോ ഡോക്ടർ. എന്തായാലും ഇപ്പോൾ കാണാൻ പറ്റില്ല, കുറച്ച് കഴിഞ്ഞോ. ബാഗ് ഓർക്കരുത്. അല്ല, ഞാൻ റെപ്പായിട്ട് വന്നതല്ല. പേഷ്യൻ്റാ, മായ, ടോക്കൺ നമ്പർ 27. പറ, എന്താ പ്രശ്നം? ഓ, പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് ഡോക്ടർ. വീട് പണി, EMI, എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ. ഇവിടെ തൻ്റെ അസുഖം എന്താന്ന് പറ. അത് പനി, പിന്നെ ചുമയുണ്ട്. എത്ര ദിവസം തുടങ്ങിയിട്ട്? ഒരു 2 ദിവസമൊക്കെ. ബ്രീത്ത് ഒന്നെടുത്ത്. ഡോക്ടറെ, സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കഫ് സിറപ്പ് ഒന്ന് എടുത്തൂടെ? ഒന്ന് തിരിഞ്ഞു. തിരിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. അത് മീഡിപ്പിച്ചാൽ ഞാനിവിടുന്ന് പോയില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഇൻഫെക്ഷൻ ഒന്നും കാണുന്നില്ല. ഞാൻ എന്തായാലും പനിക്ക് മരുന്ന് എഴുതാം. ചുമയുണ്ട്. മരുന്ന് സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ കഫ് സിറപ്പ് എഴുതോ? നല്ലതാ. എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതണ മരുന്ന് കഴിക്കും. എന്താ? ചുമ മാറ്റിത്തരാം. എത്ര ദിവസം തുടങ്ങിയിട്ട്? സാറേ 3 ദിവസമായി സാർ. 3 ദിവസമല്ലേ? സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ 3 ബോട്ടിൽ സാർ. ലിസ്റ്റ് നോക്കി വായിക്കാൻ എന്താ പലയിരിക്കടെ? ഞാൻ ഇത് തന്നെ സാറേ കഴിക്കാറുള്ളൂ സാർ. ചേട്ടാ, ഈ മരുന്ന് ഇവിടെ ഇല്ല. പുറത്തൊരു മെഡിക്കൽ റെപ്പ് ബാഗ് നോക്കിക്കൊണ്ട് ഇപ്പം ഉണ്ടാവും. ആളുടെ നിന്ന് മേടിക്കും. അതാകുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടും. കൊള്ളാലോ, ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന മെഡിക്കൽ ട്രിപ്പിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. അല്ല, ഈ കൊച്ചെന്തോ അല്ലേ നിൻ്റെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചൊക്കെ? അപ്പോൾ അതെന്താ പരിപാടി? ക്യാൻവാസിങ് തന്നെ ആയിരുന്നോ? ഞാൻ തന്നെ വിളിച്ച് കയറ്റിയത്. അതെങ്ങനെ? ഹലോ, കഫ് സിറപ്പ്. ഡോക്ടറോ? വണ്ടിക്ക് എന്ത് പറ്റി? പെട്രോൾ തീർന്നതാന്ന് തോന്നുന്നു. സന്തോഷ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ 2 കുപ്പി കഫ് സിറപ്പ് ഒഴിച്ചു നോക്കായിരുന്നല്ലോ. ചിലപ്പോൾ സ്റ്റാർട്ടോ ആക്കിയതാണല്ലേ? എന്ത് തോന്നി? ഇയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിട്ട പേഷ്യൻറ്റിൻ്റെ അസുഖം എന്തായിരുന്നു എന്നറിയോ? ചുമയല്ലേ? സ്കാബീസ്. എന്ന് വെച്ചാ
ചൊറി. അയാൾക്ക് എന്തിനാണ് കഫ് സിറപ്പ് കുളി കഴിഞ്ഞ് മേത്തേക്കാനാ? പെട്ടെന്നുള്ള ആവേശത്തിൽ രോഗം ചോദിച്ചില്ല. നല്ലതാ. ഇന്ന് ക്യാൻവാസിംഗ് ഒന്നുമില്ല. ഇനി ക്യാൻവാസിംഗ് ഒന്നും ഉണ്ടാവില്ല. ഷോ എന്ത് പറ്റി? ജോലി പോയി, സാലറി പിടിച്ചു വെച്ചേക്കുക. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ റെൻറ്റ് ഡ്യൂ ആയപ്പോൾ അവരിറക്കിക്കുന്നതിന് മുമ്പ് ബാഗ് കൊടുത്ത് ഞാൻ ഇറങ്ങി. പിന്നെ നമ്മളെപ്പോലെ അല്ലല്ലോ, ഇവർക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലിയാണ് അത് എഫക്റ്റ് ചെയ്യില്ലേ. പിന്നെ എന്താ പ്ലാൻ? എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴറിഞ്ഞു അവൾ നാട്ടിൽ പോയേക്കാണ്. അവൾ വരുന്നവരെ തൽക്കാലത്തിന് എവിടെയൊക്കെ നോക്കണം. അപ്പോൾ ഓക്കെ, ശരി. അതെ, ഇയാൾക്ക് വിരോധമില്ലെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ ഫ്ലാറ്റിലൊന്ന് നിൽക്കാം. അയ്യോ, ഡോക്ടർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ആണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്കല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വാ. വാ. ഹലോ, ഓക്കെ അല്ലേ? ആ, പിന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ടേബിളിന് വേണ്ടി ഇരിപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തു. അയ്യോ, എന്തിനാ ഡോക്ടർ? അതിനൊന്നും ആവശ്യമില്ല. അല്ല, ഒന്നില്ലെങ്കിലും ഇയാളുടെ ജോലി പോകാൻ ഞാനും കൂടി ഒരു കാരണക്കാരനല്ലേ. ഡോക്ടറോ? ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ജോലി പോയത്. അയ്യോ, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജോലിയൊന്നും പോവില്ല. സാലറി കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ജോലി എങ്ങനെ പോയത്? അത് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനൊപ്പം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കാലമായിട്ടുള്ളതാ, പക്ഷെ ഇപ്പോൾ അവർ കണ്ടുപിടിച്ചു. എൻ്റെ റൂം ഏതാ? ഫസ്റ്റ് റൂം. സാർ, കാശ്മീർ ബിരിയാണി. ഞാനൊരു ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അത് ഞാൻ ഓർഡർ ചെയ്തതാ. സാർ, ക്യാഷ് ഓർ കാർഡ്? എന്താണ് ഈ പ്ലാൻ? പ്ലാൻ ബിരിയാണി വെച്ചിട്ടൊന്ന് കിടന്ന് തുടങ്ങണം. അതല്ല, ഫ്യൂച്ചർ പ്ലാൻ. ജോലി എന്തെങ്കിലും പുതിയ നോക്കണം. ഡോക്ടർ ഫ്രീ ആണെങ്കിൽ എനിക്കൊരു പപ്പടം പൊരിച്ചു തരാമോ? ഒന്ന് മതി. പിന്നെന്താ, ഓർമ്മല്ലേ? ഓക്കെ. സാർ, ചിക്കൻ കുനിച്ചിർത്തി പൊരിച്ചത്. സാർ, പറ്റിക്കൽ ബിരിയാണി. പറ്റിച്ചേ. സാർ, കരിമീൻ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. ആന്നേ, ഞാനാണെങ്കിൽ ഫ്രണ്ട് വന്നവരെ ഫ്ലാറ്റിൽ നിന്നോളാനും പറഞ്ഞു. ഇപ്പം എങ്ങനെയും പുറത്താക്കണം. ആ ഡോക്ടർ മോനെ, ഞാൻ വിളിക്കണം. എന്താ? രേഷ്മയും കൊച്ചി ഇന്ന് ഫ്ലാറ്റ് വന്നപ്പോഴേ കൊച്ചിൻ്റെ ചെരുപ്പ് അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ ഭാര്യയോട് പറഞ്ഞ് അതൊന്ന് മാറ്റി വെക്കാൻ പറയണം. ഭാര്യ? ആരുടെ ഭാര്യ? ഓ, ഇത് നിങ്ങളുടെ കല്യാണ പാർട്ടി ഫ്ലാറ്റ് വെച്ച് നടത്തിയില്ലേ? ഭാര്യ പറഞ്ഞു മോൻ എമർജൻസി ഉണ്ട്, ഇന്ന് ഹോസ്പിറ്റലിൽ വരത്തില്ലെന്ന്. ഞങ്ങളും പിന്നെ ധൃതി വെച്ച് അങ്ങ് പോയപ്പോൾ ചെരുപ്പ് അങ്ങ് മറന്നുപോയി. എന്താ ഇവിടെ ഉണ്ടായത്? ആദ്യം നമ്മുടെ ഫ്ലാറ്റിലെ സെക്രട്ടറിയും പ്രസിഡന്റും കൂട്ടിയിട്ട് ജൂബിലി ആഘോഷത്തിന് ക്ഷണിക്കാൻ വന്നു. എന്നിട്ട് എന്നെ കണ്ടപ്പോൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം ആ സെക്രട്ടറി ചോദിച്ചു ഭാര്യയാണോ. ഇയാളെന്ത് പറഞ്ഞു? അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ ആ പ്രസിഡന്റ് എന്നെ പറഞ്ഞു ഡോക്ടർ കല്യാണത്തിന്റെ ചിലവ് അവർ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യവും രഹസ്യമൊക്കെ വെച്ചതായിരിക്കും. പിന്നെ ഇവിടെ ആളായി ബഹളമായി. എല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? വന്നവരൊക്കെ ഹാപ്പി ആയില്ലേ? ആ, അവരൊക്കെ ഹാപ്പി. അത് മതി. ഇയാളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന പറഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ പിടിക്കും. മൊത്തത്തിൽ അവളൊരു കുരിശായിരുന്നു അല്ലേ? നല്ല രീതിയിൽ. അല്ല, ഈ അവളെ പുറത്താക്കാൻ നീ ഒന്നും ചെയ്തില്ലേ? അടുത്ത 2-3 ദിവസം ഇവളെങ്ങനെ പുറത്താക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഫുള്ള്. എനിക്ക് ഒരു പനി വരുന്ന ഒരു ഫീലിങ്. പനി ഇപ്പം എല്ലായിടത്തും ഉണ്ട് ഡോക്ടറെ, ക്ലൈമറ്റിന്റെ. ഇത് സാധാ പനിയല്ല, എൻ്റെ മേത്തൊക്കെ ചെറിയ കുരുക്കളൊക്കെ വരുന്നുണ്ട്. ചിക്കൻ ബോക്സ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് മഴ ഇവിടെ നിൽക്കണ്ട, എത്ര വേണമെങ്കിൽ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ പകരും. അയ്യോ, എനിക്ക് ചിക്കൻ ബോക്സ് ഒരു തവണ വന്നത്, അതുകൊണ്ട് ഇനി വരില്ല. ഡോക്ടർ മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നോട്ടോ, ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് തരാം. ഓർഡർ ചെയ്യായിരുന്നു. ഇവിടെ അടുത്തേ 5 ദിവസത്തെ ഒരു ആയുർവേദ സുഖചികിത്സ ഉണ്ട്. ഡോക്ടർ പോകുന്നുണ്ടോ? എനിക്കല്ല, ജോലിയൊക്കെ പോയിട്ട് ഇയാൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുകയായിരിക്കൂലേ. അപ്പോൾ അതിനൊക്കെ പോയി ഒന്ന് സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യുക, അത് നല്ലതല്ലേ? പോയിക്കൂടെ? അയ്യോ, എനിക്ക് സ്ട്രെസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അത് സ്ട്രെസ് വരികയാണെങ്കിൽ തന്നെ സ്ട്രെസ് വന്നാൽ ഞാനിതുപോലെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. ഞാനേ നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കണേ. അതെന്താ?
ചെറിയമ്മയുടെ മൂത്തമകളുടെ ഭർത്താവിൻ്റെ അമ്മാവൻ കുറച്ച് സീരിയസ് ആണ്. പോരോ, എനിക്ക് ഒറ്റയ്ക്ക് പേടിയൊന്നുമില്ല. അയ്യോ അത് പറ്റില്ല, നമ്മൾ ന്യൂലി മാരീഡ് കപ്പിൾസ് അല്ലേ. അപ്പോൾ ഇയാളിവിടെ ഒറ്റക്കാക്കി പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഡൗട്ട് അടിക്കൂലേ? അങ്ങനെയൊക്കെ ഡൗട്ട് അടിക്കുമോ? പിന്നെ ഈ അസോസിയേഷനിലെ ആളുകൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്തായാലും ഡൗട്ട് അടിക്കും. അപ്പോൾ ഇവിടെ അടുത്തൊരു ലേഡീസ് ഹോസ്റ്റലുണ്ട്, അവിടെ ഞാൻ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്താ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ എത്തും. അതുവരെ അവിടെ കുഴപ്പമില്ലല്ലോ. ബാഗ് പാക്ക് ചെയ്തു അപ്പൊ ഞാൻ ശരിക്കും പോണല്ലോ. പൊയ്ക്കോ, അതാ നല്ലത്. അപ്പോൾ അങ്ങനെയാണ് അവൾ ഹോസ്റ്റലിൽ എത്തിയത്. പിന്നെയും കുറച്ചാൾ അവൾ ഫ്ലാറ്റിലുണ്ടായിരുന്നു എന്നാണല്ലോ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ. കറക്റ്റാ. തന്നെ കാണാൻ വന്നായിരിക്കും അല്ലേ? എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. എന്തൊരു വൃത്തിയിട്ട ഹോസ്റ്റലാണത്. എന്താ ഉണ്ടായി? രാത്രി 1 മണിയായപ്പോൾ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തു. സ്വാഭാവികം. ഡെലിവറി ബോയ് അത് കൊണ്ടു തന്നു. പിന്നെ രാത്രി 2 മണിയായപ്പോൾ എനിക്കൊരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തോന്നി. എന്തേ ഡെലിവറി ബോയ് കൊണ്ടു തന്നില്ലേ? തന്നു. അപ്പൊ ഹോസ്റ്റലിൽ വാടം വന്ന് പറയാ അസമയത്ത് ഇതൊന്നും ഇവിടെ പറ്റൂലെന്ന്. എനിക്കൊക്കെ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു വിശന്നിട്ടല്ലേ തള്ളേന്ന്. അപ്പൊ ആ തള്ളേനോട് പറയാ അവരെ തള്ളേന്ന് വിളിക്കരുതെന്ന്. എനിക്കൊന്ന് കലി കയറി. ഞാൻ ചോദിച്ചു രാത്രി 2 മണിക്ക് വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പൊ അവരെന്നോട് പറയാം നാളെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. എനിക്കൊന്ന് ദേഷ്യം വന്ന് ഞാൻ അവിടെ ഇരുന്ന് ഫ്ലവർ വൈസ് എടുത്ത് അവിടെ തലയ്ക്കൊത്ത വെച്ചു കൊടുത്തു. കൊന്നാ? ഇല്ല, അവർക്കൊന്നും പറ്റിയില്ല. അവർ പുറകിലുള്ള ജനലിൽ ചില്ല് പൊട്ടി. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. അങ്ങനെ അവരെന്നെ പുറത്താക്കിയ. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അതല്ലേ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജേഷ് ചേട്ടനെ കണ്ടു. ചേട്ടനാ പറഞ്ഞത് ഡോക്ടർ ഫ്ലാറ്റിലുണ്ട്, പോയിട്ടില്ലാന്ന്. അമ്മാവൻ എങ്ങനെയുണ്ട്? അമ്മാമൻ ചത്തില്ല, അതുകൊണ്ട് പോയില്ല. അപ്പൊ ഞാൻ കറക്റ്റ് സമയത്താണ് വന്നത്. കറക്റ്റ് സമയം, നല്ല സമയം. ആ ഡോക്ടർ മോനെ, വൈഫിനെ ഞാൻ ഫ്ലാറ്റിൽ സേഫായിട്ട് കൊണ്ട് വിട്ടായിരുന്നു, കണ്ടില്ലായിരുന്നോ? പിന്നെ ആ കല്യാണത്തിൻ്റെ ചിലവ് പാർട്ടിയിൽ ഒതുക്കല്ലേ, നമുക്കൊരു കുപ്പിയൊക്കെ. എന്നാ വെറൈറ്റി തെറിയ, ഇത് എവിടുന്ന് പഠിച്ചത്? ആ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചായിരിക്കും. ആൽബി ഡോക്ടറെ, എന്താ ടീച്ചർ? ക്ലിനിക്കിലേക്കാണോ? ആ. എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യുമോ? അതിനെന്താ ഞങ്ങളോടൊന്നും പറയാതെ കല്യാണം കഴിച്ചല്ലേ? ടീച്ചർ? അത് അങ്ങനൊന്നുമല്ല, അവള് ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ഓ തന്നെ തന്നെ, അത് പോട്ടെ. അല്ല, മായ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? കോഴ്സ്? അവളിന് മെഡിക്കൽ റെപ്പാണല്ലോ, ടീച്ചർക്ക് ആളും അറിയായിരിക്കും. ആള് മാറാനോ? അത് മായേ. ഷി വാസ് മൈ സ്റ്റുഡൻറ്റ്. ശരിയും? ആ, അവളുടെ പേരൻസ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അവൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി. ഫാമിലിയിൽ വേറെ ആരുമില്ല? ഒരു അനിയത്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരുപക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല പൊസിഷനിൽ എത്തേണ്ടതാ. ടീച്ചർ അവളോട് സംസാരിച്ചു? ഇല്ല, നമ്മുടെ ഫ്ലാറ്റിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, അതിൽ ഫോട്ടോ കണ്ടതാ. ട്രാജഡി ആണപ്പോൾ. പക്ഷെ ഇവള് കണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളെന്ന് പറയില്ല. ആ രീതിയിലായിരുന്നില്ല അവളുടെ ബിഹേവിയർ ഒക്കെ. പിന്നെ നീ ഇവളെ കണ്ടില്ലേ? കണ്ട്. പക്ഷെ അന്ന് ഞാൻ അവളെ ലാസ്റ്റായിട്ട് കാണുന്നത്. സാർ, അന്നത്തെ മെഡിക്കൽ ട്രിപ്പ് കാണാൻ വന്നിട്ടുണ്ട്. ആര്? മായേ? വരാൻ പറ. വാ. മഞ്ജുള ഫേസ് ക്രീം, പിഗ്മെന്റേഷനൊക്കെ ബെസ്റ്റാ. ഇപ്പോൾ കഫ് സിറപ്പോ? അത് കഴിഞ്ഞു, ഇത് പുതിയത്. ഓ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇതാ 4028 രൂപ. എൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് വേണ്ടിയിട്ട് ഡോക്ടർ ചിലവാക്കിയ പൈസ. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എടോ, ഇത് ഇപ്പൊ തന്നെ വേണ്ട, തനിക്ക് ജോലി കിട്ടിയല്ലേ ഉള്ളൂ. പയ്യെ സാലറി കിട്ടിയിട്ട് മതി. ഇല്ല, പഴയ കമ്പനിയിൽ നിന്ന് സാലറി റിലീസ് ചെയ്ത് കിട്ടി, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ പോവാണ്. ഡോക്ടർക്ക് ഇനി ഇല്ലാത്ത അമ്മമാരെ കൊന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. പിന്നെ ഫ്ലാറ്റിലെ റൂമിൽ ഒരു സർപ്രൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഓക്കെ. ഇത്രയും ദിവസം എന്നെ സഹായിച്ച് ഡോക്ടർക്കൊന്നും തരാതെ പോകുന്നത് മര്യാദയാണെന്ന് എനിക്ക് തോന്നും. അപ്പോഴാണ് റൂമിൽ നിന്ന് കമ്പ്യൂട്ടർ ഗിറ്റാർ കിട്ടിയത്. പുതിയ സ്ട്രിങ്സ് വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ എന്നെ ഓർക്കണം. അപ്പോൾ മനസ്സിലാക്കി. ഗുഡ് ബൈ.
ആൽബി, ഈ ഹോസ്റ്റൽ വാർഡൻ തന്ന കംപ്ലൈൻറ്റിൽ മായയുടെ ലോക്കൽ ഗാർഡിയനായിട്ട് നിന്റെ അഡ്രസ്സാണ് കണ്ടത്. അതാണ് ഞാൻ വിളിപ്പിച്ചത്. പിന്നെ നമ്മൾ കസിൻസാണെന്ന് അവർക്കറിയില്ല. അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ, എന്നെ കുറേ ചിന്തിച്ചതല്ലേ. അതല്ല ജോണേട്ടാ, അവൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതൊന്ന് സോൾവ് ചെയ്തത്. ജോണേട്ടൻ ആദ്യമായിട്ടാ ഏട്ടാന്നൊക്കെ വിളിക്കണേ, ഇഷ്ടമായി. അപ്പോൾ മായ സീരിയസ് ആണ്. ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ. മായ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, മായോടും ആ വാർഡിനോടും വരാൻ പറ. അപ്പൊ ചേച്ചി, ഇത് കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോണോ? ഈ പൊട്ടിയ ഗ്ലാസിന്റെ പൈസ വാങ്ങിച്ചിട്ട് ഇവരെ കോംപ്രമൈസ് ചെയ്ത് ഇട്ടൂടെ? ഇതുപോലെ ബാഗ് തൂക്കിയിടക്കാൻ ഇവളുമാർക്കൊക്കെ വേണം സാർ, കേസാക്കണം. ചേച്ചി, ഇതൊരു ഇഷ്യൂ ആക്കില്ല പ്ലീസ്. എടോ, തന്നെ പോലെയുള്ളവർക്ക് ഇതുപോലുള്ള അഴിഞ്ഞാടക്കുന്നവരെ ആക്കാൻ പറ്റിയ സ്ഥലമില്ല ഹോസ്റ്റലിൽ. അപ്പൊ ചേച്ചി കേസാക്കണം. വേണം. ഈ ഹോസ്റ്റൽ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 3 വർഷം. ലൈസൻസ് ഒക്കെ ആരുടെ പേരില്ല? എൻ്റെ പേരിലാണ്. അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, കുറച്ചാൾ ഹോസ്റ്റൽ അടച്ചിടേണ്ടി വരും. എന്താ സാർ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്തുനിന്നും പേപ്പർ ക്ലിയർ അല്ല, നിങ്ങളുടെ ഫുഡിന്റെ വേസ്റ്റ് ഓൾറെഡി പുറത്ത് തള്ളണമെന്ന് പറഞ്ഞ് പരാതിയുണ്ട്, അതിന് ഓൾറെഡി 15,000 രൂപ പിഴ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. അപ്പൊ അടച്ചിടേണ്ടി വരും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ പൊക്കോ, വിളിപ്പിക്കുമ്പോൾ വന്നാൽ മതി. വാർഡൻ ഇവിടെ ഇരിക്കും, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സാർ, നമുക്കത് കേസാക്കണ്ട. ചില്ല് പൊട്ടിയതിൻ്റെ ക്യാഷ് എനിക്ക് കിട്ടിയാൽ മതി. സോറി. എന്തിന്? അല്ല, ഞാൻ കാരണം ഡോക്ടർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വന്നു. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതെന്താ? ഇയാളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പേപ്പേഴ്സ്. ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പണിയൊക്കെ നിർത്തി കോഴ്സിന് ആളെ ചേർക്കുന്ന പണിയായോ? ഞാൻ ലാൽ ടീച്ചറിനെ കണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞ് ഇയാളെ കാര്യങ്ങൾ ഞാൻ അറിയണം. ഓ, സിമ്പതി. അതൊന്നും ശരിയല്ല ഡോക്ടർ. ഡോക്ടർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അനിയത്തിയുടെ പഠിത്തം, EMI, ഹൗസിംഗ് ലോൺ, ഇതൊക്കെ അല്ലേ. ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു വേക്കൻസി ഉണ്ട്, പാർട്ട് ടൈമാണ്. ഞാൻ സംസാരിക്കണം. ഡോക്ടർ സീരിയസ് ആയിട്ടാണ്? വൈകിട്ട് ഞാൻ വിളിക്കാൻ വരാം. ഉപദേശമൊന്നുമില്ലേ? ഉപദേശം? എന്ത് ഉപദേശം? നന്നായി പഠിക്കണം, വലിയ ആളാവണം. അതൊന്നുമില്ല, ഉടായ്പൊന്നും കാണിക്കാതെ പഠിച്ച് പാസ്സാവാൻ നോക്കി. ഓക്കെ. പിന്നെ വേറെ ബാഗ് മയൂര ഫേസ് ക്രീം വേണ്ടല്ലേ? ശരി. ഹലോ. എന്തായടാ പറഞ്ഞ അവളോട്? ഇല്ല. എന്നിട്ട് ഈ പറയാനല്ലേ? അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾക്കിനി ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ശരി.